സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുക. അന്തരിച്ച മുൻ കലാകാരനൊക്കെയായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇന്ന് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡൻറ്റിറ്റി ഒക്കെയുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ചില വീഡിയോ ക്ലിപ്സ് വളരെ വൈറലാകുക, അവരവരുടെ രോഗവിവരമൊക്കെ പബ്ലിക്കലി പറയുന്ന ചില വീഡിയോ ക്ലിപ്സാണ്. ഞാൻ ക്രൈസ്തവ മാധ്യമങ്ങളിൽ ചിലതിൽ യേശുവിൻ അടിസ്ഥാനം എന്ന പാട്ട് പാടിക്കൊണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന രേണുസുധിയുടെ വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ എനിക്ക് ആസാദിയുടെ ചില പ്രേക്ഷകരൊക്കെ ഇട്ട് തന്നു. ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ ഒരു വേദന എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ ആ വീഡിയോ കണ്ട ശേഷം അതിനെക്കുറിച്ചൊരു പാഠഭേദം ചെയ്യണമോ എന്നൊക്കെ ആലോചിച്ചു. സാധാരണ ഈ അടുത്ത സമയത്ത് പാഠഭേദത്തിൻ്റെ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചിലരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചാണ് പാഠഭേദത്തിൻ്റെ സബ്ജക്റ്റ് ഞാൻ ഉറപ്പിക്കുന്നത്. രേണു സുധിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യണോ എന്നതിന് പലരും എനിക്ക് തന്ന ഒരു ഫീഡ്ബാക്ക്, പക്ഷേ അവർ ഒത്തിരി സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് വിധേയമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒത്തിരി ആളുകൾ എല്ലാവിധത്തിലും ട്രോളിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സബ്ജക്റ്റ് ഒരു ദിവസം മുഴുവൻ മാറ്റിവെച്ചു. മറ്റ് പല സബ്ജക്റ്റുകളുമുണ്ടല്ലോ, അതിലൊന്ന് ഇന്നത്തെ പാഠഭേദമാക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ ഒരു വീഡിയോ ആ സഹോദരിയെക്കുറിച്ച് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് എവിടെയോ ഒരു ചിന്ത, ഒരു ചെറിയ വീഡിയോ ചെയ്തേ മതിയാകുകയുള്ളൂ എന്ന ഒരു ചെറിയ ചിന്ത. അങ്ങനെ ചിന്ത വന്നപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യണമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരു ഗൈഡൻസ് ഒക്കെ ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം ബഥാനിയിലേക്ക് യേശു മടങ്ങി വരുമ്പോൾ ലാസറും ഒന്നിച്ച് പന്തിയിലിരിക്കുന്ന ആ ഒരു പന്തിയിൽ മറിയം വന്നിട്ട്, ലാസറിൻ്റെ സഹോദരിയായ മറിയം വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ ആ ഒരു തൈലം പൂശുന്ന രംഗമുള്ള അധ്യായമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നമുക്കറിയാം 11-ാമത്തെ അധ്യായം, കല്ലറ, മരിച്ചു, ഇനി സാധ്യതയില്ല, അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, കല്ലറ തുറക്കരുത്, നാറ്റം വമിക്കും എന്നൊക്കെ പറയുന്നൊരു അധ്യായമാണെങ്കിൽ ഒരു ചാപ്റ്റർ തിരിഞ്ഞപ്പോൾ അത് സൗരഭ്യം പരത്തുന്ന ഒരു അധ്യായമായി മാറി. മാത്രമല്ല, യേശുവിൻ്റെ കാൽക്കൽ ആ സഹോദരി വന്ന് വിലയേറിയ ആ ഒരു തൈലം അവൾ അർപ്പിക്കുകയാണ്. കാഴ്ചക്കാരായ ചിലർ പരാതിയൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ചും സ്ഥാപിത താല്പര്യങ്ങളുള്ള യൂദസിനെ പോലെയുള്ള ആളുകൾ, അവർ ഈ വെറും ചിലവ് എന്തിന് എന്ന് ചോദിച്ചു. യേശുവിൻ്റെ മറുപടി, അവൾ ചെയ്യുന്നത് ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല യൂദസേ, എന്നാൽ അവൾ എൻ്റെ ദേഹത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് അത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില വിഷയങ്ങളിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ സത്യവും രഹസ്യവും ദൈവമഹത്വമൊക്കെ വെളിപ്പെടുകയുള്ളൂ. ഈ വചനം എനിക്ക് ദൈവാത്മാവ് നൽകിയപ്പോൾ രേണു സുധിയെക്കുറിച്ച് 2 വാക്കുകൾ എൻ്റെ പ്രേക്ഷകരോട് പറയണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ട് ഈ കൊല്ലം സുധിയെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ കോമഡി രംഗങ്ങളോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും കാണുവാൻ താല്പര്യമില്ല, അങ്ങനെ സമയം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെ ഒന്നും വലിയ പരിചയമില്ല. ഒരു വാഹനാപകടമൊക്കെ ഉണ്ടായി, അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ നടക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധ ഈ വ്യക്തികളിലേക്ക് ചെന്നത്. അതായത് കൊല്ലം സുധിയുടെ ഫ്യൂണറൽ അല്പം കോൺട്രവേഴ്സിയൊക്കെ ആക്കി ആളുകൾ മാറ്റി. കാരണം അതൊരു ക്രിസ്തീയ ആചാരപ്രകാരമാണ് ആ ശവമടക്കൽ നടത്തിയത്. എനിക്ക് തോന്നുന്നൊരു പാസ്റ്ററൊക്കെ വന്ന് പ്രാർത്ഥിച്ചാണ് ആ ശവമടക്കം നടത്തിയത്. അപ്പോൾ കൊല്ലം സുധിയെ കൺവേർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള വിധത്തിൽ
ഒരു കൺവേർഷൻ ആംഗിളിൽ നിന്നുകൊണ്ട് ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കുകയും വിവാദമാക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഫാമിലിയെ ശ്രദ്ധിക്കുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഈ രേണു സുധി അന്ന് വരെ ഈ അറിയപ്പെടാതെയൊക്കെ ഇരുന്ന ആ സഹോദരി പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പോപ്പുലർ ആവുകയാണ്. പിന്നെ ഒത്തിരി വിവാദങ്ങളായിരുന്നു. അവർ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആളുകൾ അവരെ ട്രോളി, ചിലരെ കുറ്റം പറഞ്ഞു, ചിലർ അവരുടെ ആക്ഷൻസിനെ, അവരുടെ മാനറിസത്തെ ഒക്കെ ഇങ്ങനെ എതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ക്യാരക്ടർ എന്ന നിലയിലാണ് പലപ്പോഴും ഈ സഹോദരിയെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പ്രത്യേകിച്ചും ബിഗ് ബോസിലൊക്കെ വന്നപ്പോൾ ഇവർ കുറേ പോപ്പുലറൊക്കെ ആയിട്ട് മാറി. പിന്നെ ആളുകൾ ആ ഒരു വിധത്തിൽ, അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒത്തിരി ആളുകൾ ട്രോളുന്ന ഒരു വ്യക്തി എന്ന വിധത്തിലാണ് ഈ രേണു സുധിയെ കണ്ടത്. ഇടയ്ക്ക് ഇവരുടെ ഒരു ക്രിസ്തീയ പശ്ചാത്തലം, അല്ലെങ്കിൽ പെന്തക്കോസ്താണോ ആംഗ്ലിക്കൻ ചർച്ചാണോ അത്രയും ഉള്ള എന്തോ ഒരു വിഭാഗത്തിലാണ്, ഒരു റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ചിലാണ് കൊല്ലം സുധിയുടെ ഫ്യൂണറൽ നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഒരു പാസ്റ്ററൊക്കെ വന്നിട്ടാണ് ഫ്യൂണറൽ നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പിന്നീട് ഈ ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ ഈ സഹോദരിയിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ആ രോഗവിവരം അടഞ്ഞുകൊണ്ടുള്ള വീഡിയോ എനിക്ക് കാണുവാൻ ഇടയായി തീർന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ രോഗം എന്നെ പിടിച്ചാൽ എന്ന് പറയുന്ന ആ വരികളൊക്കെ പാടിക്കൊണ്ട്, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ആ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ ഹൃദയത്തിൽ അത് ഒരു ചെറിയ നമ്പരം വിട്ടു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ലൈൻ ഇട്ടതിന് നല്ല പെയിനുണ്ട്, വീട്ടിലുണ്ട്, മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല കേട്ടോ. രോഗമെന്നെ പീഡിച്ചെൻ ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചെൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം. യേശുവിനടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്, സോ പെയിനാണ്. ഗുഡ് നൈറ്റ്. നമുക്കറിയാമല്ലോ ഇവരുടെയൊക്കെ ഒരു ഈ പറഞ്ഞ ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലർ ആകുവാൻ വേണ്ടി ആളുകൾ പല വിധത്തിൽ അവരുടേതാകുന്ന ജീവിതശൈലി, അവരുടേതാകുന്ന സംസാര രീതികൾ ഒക്കെ ഉപയോഗിക്കും. നമുക്കൊക്കെ പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തിനൊക്കെ അങ്ങനെയുള്ള ആളുകളോട് ഒരു അകൽച്ചയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ രോഗിയായിരിക്കുന്ന സമയത്ത് വളരെ വേദനയോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കടപ്പാടില്ലേ എന്നൊരു ചോദ്യമാണ് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നത്. വേണമെങ്കിൽ നെഗറ്റീവായിട്ട് ആളുകൾക്ക് ചിന്തിക്കാം. ഞാൻ ആ സഹോദരി അങ്ങനെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞ ആ പാട്ട് പാടിയ വീഡിയോയിലെ കമൻറ്റുകൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് 1-2 കമൻറ്റുകൾ ഇങ്ങനെയാണ്: ഇപ്പം ദൈവം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരാൾ വേദനയിലൂടെ പോകുമ്പോൾ, രോഗത്തിലൂടെ പോകുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന തരത്തിൽ നടത്തുന്ന അത്തരം കമൻറ്റുകൾ ആണോ, അതോ വളരെ അനുഭാവപൂർവം ആ സഹോദരി വിടുവിക്കപ്പെടട്ടെ, യേശുവിനോട് കൂടുതൽ അടുക്കട്ടെ, യേശുവിൻ്റെ ഒരു മകളായി തീരട്ടെ, ഇന്നലകളിൽ ആ കല്ലറ അത് ഇനിയൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഇനി തുറക്കരുതെന്ന് പറഞ്ഞിരുന്ന ആ കല്ലറയെ തുറന്ന് മാർത്തയുടെയും മറിയയുടെയും ലാസറുടെയും വീട്ടിൽ അടുത്ത ചാപ്റ്ററിൽ
ദേശം മുഴുവൻ പരക്കുന്ന സൗരഭ്യം കൊണ്ടുവന്ന യേശുവിൻ്റെ സൗരഭ്യം ആ മകൾക്കായിട്ടും ഒന്ന് വെളിപ്പെടട്ടെ എന്ന് ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നതല്ലേ ശരിയായ ഒരു ക്രിസ്തു ഭക്തൻ്റെ മനോഭാവം? അങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഈ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ എന്നെ വിളിച്ച് ഒരു ഗൈഡൻസ് ചോദിച്ചു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു സഹോദരി പുതുതായി ജോയിൻ ചെയ്ത് വന്നിരിക്കുന്നു. ആ സഹോദരിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ബുള്ളിങ്ങൊക്കെ സഹിച്ചിട്ടുള്ള, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുള്ള ഒരു സഹോദരിയാണ്. അത്ര വിശ്വാസിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അടുത്തറിഞ്ഞ് ആദ്യമായിട്ട് ആ ചർച്ചിലേക്ക് ചെല്ലുകയാണ്. ആ ദേവദാസൻ 2 കരവ് നീട്ടി അവരെ സ്വീകരിച്ചു. പക്ഷേ ചർച്ചിൻ്റെ കമ്മിറ്റിക്കാർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നു, അങ്ങനെ ഒരാളിനെ നമ്മുടെ സഭയ്ക്കകത്ത് വേണ്ട, നമ്മുടെ സഭയ്ക്കകത്ത് കുറച്ചിലാണ് ഈ ആൾ വരുന്ന സഭ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചർച്ച് എന്ന് പറയുന്നത് അത് ഒരു വിശുദ്ധന്മാരുടെ ക്ലബ്ബായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഈ വിധത്തിൽ നെഗറ്റീവായിട്ടുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള ബുള്ളിങ്ങിനെയൊക്കെ നേരിട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണോ, അതോ വളരെ ക്രൂരമാകുന്ന ഒരു മാനസിക നിലയോടുകൂടെ അവരെ അകറ്റുന്നവരാണോ എന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യണമെന്ന് ഞാൻ ഈ പാഠഭേദത്തിലൂടെ പ്രേക്ഷകരോട് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും നമുക്ക് ഇസ്കൊരിത്ത യൂദയുടെ ഒക്കെ മനോഭാവമാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് യൂദ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു. ഇന്ന് യൂദ അടുത്ത ദിവസം ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്യുമായിരുന്നു. യേശുവിൻ്റെ കാൽക്കൽ ആ തൈല്യം പൂശിയ ആ സഹോദരിയെക്കുറിച്ച് ഈ വെറും ചെലവ് എന്തിന് എന്ന് പറഞ്ഞുകൊണ്ട് യൂദ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്യുമായിരുന്നു. ഇനിയും 1-2 കാര്യങ്ങൾ കൂടെ പറയണം. ക്യാൻസർ പോലെയുള്ള ഒരു രോഗമൊക്കെ ഒരാൾക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു മാനസികമാകുന്ന അവസ്ഥയുണ്ട്. കാരണം വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു രോഗത്തെയാണ് നേരിടുന്നത്. ഇന്ന് ഒത്തിരി ആളുകൾക്ക് ക്യാൻസറുണ്ട്. അതിൽ നിന്ന് റിക്കവർ ആകുന്ന സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുന്നു. മരുന്നിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ വിടുതൽ പ്രാപിക്കുന്ന സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാൾക്ക് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ ആ ക്യാൻസർ എന്ന പദം പോലും വായിലെടുക്കുവാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അത്ര ഭീകരമായ ഒരു രോഗമായിട്ടാണ് ക്യാൻസറിനെ കാണുന്നത്. ഇന്ന് ക്യാൻസർ ചികിത്സയൊക്കെ ഒത്തിരി ഡെവലപ്പായിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും വളരെ ഭയത്തോട് കാണുന്ന ഒരു രോഗം. അപ്പോൾ ഈ സഹോദരിക്ക് ഇത് ഒരു അസുഖമൊക്കെ വന്നപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, കമൻറ്റുകൾ പറയാതെ ഇപ്പോഴെങ്കിലും ദൈവത്തെ വിളിച്ചല്ലോ എന്ന വിധത്തിലുള്ള കമൻറ്റുകൾ ഒക്കെ പറയാതെ, ഈ തരത്തിലുള്ള അസുഖങ്ങൾ നാളെ നമുക്ക് ആർക്കും വരാം. അറിയില്ല ഫ്യൂച്ചർ, ഭാവിയിൽ നമുക്കൊക്കെ വേണ്ടി എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആരെങ്കിലും വേദനിക്കുന്നത് കാണുമ്പോൾ, കരയുന്നത് കാണുമ്പോൾ അവരോടുകൂടെ കരുവാനും സഹാനുഭൂതിയോട് നോക്കുവാനുമൊക്കെ നമുക്ക് കഴിയണം. അങ്ങനെ ആർദ്ര ഹൃദയമുള്ളവരായിരിക്കണം ഒരു നല്ല ദൈവപൈതൽ. രേണുസ്ഥിതിക്ക് മാത്രമല്ല, ഏത് വ്യക്തിക്കും യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവേ എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം, നീ കരുണയുള്ളവനാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. യേശുവിൻ്റെ അടിസ്ഥാനമാണെന്ന് പാടി ആശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആ സഹോദരി അവരങ്ങനെ ആശ്വസിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, നാളെ ഒരിക്കൽ മറിയം യേശുവിൻ്റെ കാൽക്കൽ ആ സ്വച്ഛ ജഡമാംസി തൈലം പൂശിയതുപോലെ ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന സഹോദരിയും, നമുക്കൊക്കെ എതിരുള്ളത് അവർ ജീവിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ലൈഫിനോടാണല്ലോ. അതായത് തിളക്കമുള്ള ഒരു ജീവിതം, വെള്ളിത്തിര എന്നൊക്കെ അല്ലായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്, സിൽവർ സ്ക്രീൻ അല്ലേ, തിളക്കമുള്ള ആ ജീവിതശൈലിയോടല്ലേ നമുക്കൊക്കെ ഒരു അല്പം അകൽച്ചയുള്ളത്. അത്തരം ജീവിതശൈലിയേക്കാൾ അപ്പുറമായിട്ട് യേശുവിനോട് അടുത്ത് കഴിയുന്ന, യേശുവിൻ്റെ കാൽക്കൽ തൈലം പൂശുന്ന മറിയത്തെ പോലെ ഒരു യേശുവിനോട് നന്ദി പറയുന്ന, രോഗസൗഖ്യത്തിന് നന്ദി പറയുന്ന ഒരനുഭവത്തിലൂടെ ആ മകളെ ദൈവം കൊണ്ടുപോകട്ടെ എന്ന്
ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രേക്ഷകർക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ യേശുവിൻ്റെ മനസ്സുള്ളവരാണ് എന്ന് അത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയാത്തവരായി, ദൈവത്തിന് റീസ്റ്റോർ ചെയ്യുവാൻ കഴിയാത്തവരായി ആരും ഈ ഭൂമിയിൽ ഇല്ല. ബോബി കട്ടിക്കാട്ടിൽ അച്ഛൻ പണ്ടങ്ങോ എഴുതിയ ഒരു വാചകം എൻ്റെ ചെറിയ ഓർമ്മയിൽ വരികയാണ്, ക്രൂശിലെ മൊഴികളെക്കുറിച്ച്. ആ ക്രൂശിലെ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ യേശുവിനോട് അവകാശപ്പെടുന്നു, ഗുരു, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. യേശുവിൻ്റെ മറുപടി, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. അച്ഛനിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരും ഇന്ന് വരെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഏറ്റവും ഹോപ്പ്ലെസ്, ഇനിയും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന ലെവലിലേക്ക് ലോകത്തിൽ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. അവസാന നിമിഷത്തിലാണെങ്കിലും ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലിരിക്കും എന്ന് പറഞ്ഞ യേശുവിൻ്റെ സാന്നിധ്യം ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കുറിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.